വാപ്പാന്റെ മയ്യത്ത് നമസ്കാരം നടക്കാൻ പോകുന്നു. പള്ളിയിലെ ഖത്തീബ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഒതുകൊടുത്ത് പള്ളിക്കകത്തേക്ക് ധൃതി വെച്ച് കയറുമ്പോ ഒരു സഹോദരൻ വന്ന് പിന്നാലെ വന്നിട്ട് കൈയാട്ടി വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങൾ നൗസാർ വാക്കവിയല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്കൊരു കാര്യം ചോദിക്കണം ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട വാപ്പച്ചിയാണ് മരിച്ചത്. എല്ലാവരും പറയുന്നു എന്നോട് ഇമാമത്ത് നിൽക്കാൻ. വാപ്പച്ചിക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു, വാപ്പച്ചിക്ക് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. എല്ലാരും പറയുന്നു എന്നോട് ഇമാമത്ത് നിൽക്കാൻ. എനിക്കറിയില്ല ഉസ്താദേ, ഒന്ന് പറഞ്ഞു തരുവോ? എന്റെ വാപ്പച്ചിയുടെ മയ്യത്തിന്റെ മുന്നിലൊന്ന് ഇമാമത്ത് നിൽക്കാൻ എനിക്കൊന്ന് പറഞ്ഞു തരുവോ? മയ്യത്ത് നമസ്കാരത്തിൽ ഓതേണ്ടതെന്തെന്ന് എനിക്കറിയില്ല, എത്ര തക്ബീറെന്ന് എനിക്കറിയില്ല, വാപ്പച്ചിക്ക് വേണ്ടിയുള്ള ദുആ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, ഇപ്പൊ അത് പഠിച്ച് ചെയ്തിട്ട് കാര്യമില്ല, അറിവുള്ള ആലിമീങ്ങളെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ആ പ്രിയപ്പെട്ട സഹോദരൻ അടക്കി പിരിഞ്ഞു പോകുന്നത് വരെ കരച്ചിലാണ്. പറങ്കിപ്പേട്ടയിലെ വാപ്പമാരെ, നമ്മുടെ മക്കൾ നമ്മുടെ മയ്യത്തിന്റെ അടുത്ത് വന്ന് നാണിച്ച് തലകുനിച്ച് നിൽക്കുന്ന ഒരു ഗതികേട് നിനക്ക് വരാതിരിക്കട്ടെ. എന്തൊക്കെ നീ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുത്താൽ ദീൻ കൊടുത്തില്ലെങ്കിൽ നഷ്ടമോ, അല്ലാഹുവിനെ കൊടുത്തില്ലെങ്കിൽ നഷ്ടമോ, മുത്തുനബിയെ കൊടുത്തില്ലെങ്കിൽ നഷ്ടമോ? നീ എത്ര വലിയ കൊട്ടാരം വെച്ചു കൊടുത്തു, മക്കൾക്ക് വേണ്ടിയല്ലേ വാപ്പമാർ ഇത്രയും കാലം ഓടിയത്? അവസാനം വാപ്പയെ ഖബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ ആ വീട്ടിന്റെ അകത്തുനിന്നൊരു ദുആ പോലുമില്ല, ആ വീട്ടിന്റെ അകത്തുനിന്നൊരു സലാത്ത് പോലുമില്ല, ആ വീട്ടിന്റെ അകത്തുനിന്നൊരു ഖുർആൻ പോലുമില്ല. എന്തിനാണ് അങ്ങനെ മക്കളെ നോക്കിയത്? എന്തിനാണ് അങ്ങനെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്? എന്തിനാണ് അങ്ങനെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത്? എന്റെ പറങ്കിപ്പേട്ടയിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, ആഫ്ലീങ്ങൾ മയ്യത്ത് ചുമക്കട്ടെ. ഇതെന്റെ വാപ്പച്ചിയുടെ മയ്യത്താ. ഖുർആൻ ഓതിയിട്ട് റോഡിലൂടെ വാപ്പാടെ മയ്യത്ത് കൊണ്ടുപോകട്ടെ. എല്ലാവരും ഖബറിന്റെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകുമ്പോ എന്റെ വാപ്പാന്റെ അടുത്ത് നിന്ന് പോകാൻ എനിക്ക് തോന്നുന്നില്ല, എന്റെ വാപ്പാന്റെ അടുത്ത് നിന്ന് പോകാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഖബറിന്റെ അടുത്തിരുന്നുകൊണ്ട് അല്ലാഹുമ്മ ഗുഫ്ർലി അബീ, എന്നെ വാപ്പിച്ചാന് പുറത്തു കൊടുക്കണേ അല്ലോ എന്ന് നിറഞ്ഞ മനസ്സോടെ, എന്റെ ഉമ്മിച്ചാന് പുറത്തു കൊടുക്കണേ അല്ലോ എന്ന് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മോന് വേണ്ടേ, നമുക്കൊരു മോള് വേണ്ടേ, നമ്മുടെ കുടുംബത്തിൽ ആള് വേണ്ടേ? ഇങ്ങനെ താമസിക്കാൻ വേണ്ടി മത്സരബുദ്ധിയോടെ വലിയ കൊട്ടാരം വെച്ചു കൊടുത്ത് അതിന്റെ കത്തിരുന്ന് നരകത്തിൽ കൊണ്ടുപോകുന്ന ചന്ദനമുട്ടി പോലെ, വിറക് കൊള്ളി പോലെ ഒരു സാധനം പൊതിഞ്ഞ് പള്ളിക്കാടിൽ കൊണ്ടുപോയി കുഴിച്ചിടാനാണെങ്കിൽ എന്തിനാണ് നീ ഇത്ര കഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവര്? എന്തിനാണ് നീ ഇത്ര ത്യാഗം ചെയ്യുന്നത് പ്രിയപ്പെട്ടവര്? മടങ്ങി വാ, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വാ. പടച്ചോ കാത്തിരിക്കുകയാണ്. എന്റെ കർണാടകയിലെ ധൈര്യമുള്ള ചെറുപ്പക്കാരാ, നൗസാർ വാക്കവി വരുന്നു എന്ന് പറയുമ്പോ എല്ലാം മാറ്റിവെച്ചോടി വരുന്ന ചെറുപ്പക്കാരാ, ഒരു സിനിമാ നടന്റെ പിന്നാലെയും പോകണ്ടതോ, ഒരു സിനിമാ പേക്കോലത്തിന്റെ പിന്നാലെയും പോകണ്ടതോ? നമുക്ക് അല്ലാഹു പോരെ, അവന്റെ റസൂല് പോരെ. നമുക്ക് മദീനത്ത് പോണ്ടേ, നമുക്ക് മക്കത്ത് പോകണ്ടേ, അവിടെ പോയി ചങ്ക് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യണ്ടേ, ആരംഭ റസൂലിനെ കാണണ്ടേ, മുപ്പായ തങ്ങളുടെ പൊരുത്തം വേണ്ടേ? ലോകത്തിരുന്ന് വിട പറയുമ്പോ ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭാപൂരത്തിന്റെ പ്രകാശം നിന്റെ മനസ്സിലേക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ തരണ്ടേ. എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്താ പോരെ ചെറുപ്പക്കാരാ, എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്താ പോരെ ചെറുപ്പക്കാരാ. എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂര് നിങ്ങളൊക്കെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ, 5 വെള്ളിയാഴ്ചകൾക്ക് മുമ്പുള്ള ഒരു വെള്ളിയാഴ്ചയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് അസൻകുട്ടി എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുറത്തിറങ്ങുകയാണ്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ബൈക്കിലാണ് യാത്ര ചെയ്തത്. ജുമാ കഴിഞ്ഞ് സന്തോഷത്തോടെ മൂളിപ്പാട്ട് പാടി ബൈക്കിൽ കയറി യാത്ര ചെയ്തുപോലെ ചെറുപ്പക്കാരന്റെ ഹെൽമറ്റ് ധരിച്ചിരുന്ന തലയുടെ മുകളിലൂടെ ഹെൽമറ്റിലൂടെ ലോറിയുടെ ടയർ കയറി ഇറങ്ങി ചറന്നിറഞ്ഞു പോയപ്പോ പോസ്റ്റ്മോർട്ടം കിടന്ന് വൈകുന്നേരം 7 മണിക്കാ പൊന്നുമോന്റെ മയ്യത്തടക്കുകയാ. 2 മണി വരെ ജീവിച്ചിരുന്നവനാ.
2 മണി വരെ ജീവിച്ചിരുന്നവരാ, ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടു നടന്നവരാ, ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്നവരോ. അവസാനം അതോ 7 മണിയായപ്പോ കബറിന്റെ അകത്ത് കൊണ്ടുവെക്കുന്നു. ആ പൊന്നുമോന്റെ മുഖമുണ്ടല്ലോ, അല്ലാഹുവേ എവിടുന്നൊക്കെയാ ചേർത്ത് വെച്ചതെന്നറിയില്ല. ഇന്നും ആ കുടുംബത്തിന്റെ സങ്കടം മാറിയിട്ടില്ല. എന്തിനാണ് പറങ്കിപ്പേട്ടയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞതെന്നറിയോ? കിട്ടുന്ന മരുന്നെല്ലാം വാങ്ങി തലയിൽ തേച്ച് ന്യൂ ജനറേഷനാണ്, ഫ്രീക്കാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ദീൻ കളയല്ലേ പൊന്നു ചെറുപ്പക്കാരാ. ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി ആദരവോടെ പടച്ചതമ്പുരാന്റെ റസൂലിന്റെ ആദർശത്തെ കബറടക്കല്ല പൊന്നുമോനെ. ഒരു സുന്ദരിയായ പെണ്ണിന്റെ മുഖത്തിന്റെ വെളുപ്പിന് വേണ്ടി, ചുണ്ടിന്റെ ചുമപ്പിന് വേണ്ടിയിട്ട് ഖബർ ജീവിതത്തെ മറന്നു പോകല്ലേ പൊന്നുമോനെ. അല്ലാഹുവിന്റെ ദീൻ വാരി പുണരണം പൊന്നുമോനെ. അല്ല കാത്തിരിക്കുന്നടോ. ആരോ കരന്നുകൊണ്ട് തൗബ ചെയ്യുന്നത്, ആരോ കരന്നുകൊണ്ട് നിലവിളിക്കുന്നത്, അവരെ സ്വീകരിക്കാനുള്ള കാത്തിരിക്കുകയാ, അവരെ കൈനീട്ടി അല്ലാഹു വിളിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ കർണാടകയിലെ ചെറുപ്പക്കാരാ, ഇനി ഒരു വ്യഭിചാരത്തിന് പോകാറ്, ഇനി ഒരു കള്ളു കുടിക്കാൻ പോകാറ്, ഇനി ഒരു അനിസ്ലാമികതയ്ക്ക് പോകാറ്, ഇനി ഒരു അനാവശ്യത്തിന് പോകാറ്, ഇനി ഒരു അനാശാസ്യത്തിന് പോകാറ്, ഇനി ഒരു അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് ആദർശത്തെ കബറടക്കുന്ന മലയസമാര മോശമാര വൃത്തികെട്ട ചീഞ്ഞളിന്ന സംസ്കാരത്തിന്റെ അടിപ്പറ്റിലേക്ക് പോര് കന്നുകാലികളെ പോലെ ദുഷിച്ചു നാറുന്ന ചത്തൊടുങ്ങുന്ന ശവക്കോട്ടകളായി മാറാറ്. എന്റെ കർണാടകയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണല് വാങ്ങണം പോലെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തം വാങ്ങണം പോലെ, നമുക്ക് മദീനത്ത് പോയി സലാം പറഞ്ഞ ആരംഭ റസൂല് സലാം നടക്കണം പൊന്നുപോലെ. നമ്മളെ വീട്ടിന്റെ അകത്തിരുന്ന് മരിച്ച് നമ്മുടെ മയ്യത്ത് പുറത്തു കൊണ്ടിറങ്ങുമ്പോ നമ്മുടെ ഭവനത്തിന്റെ അകത്ത് സ്വർഗത്തിന്റെ മാലാഖമാരും നിറഞ്ഞ് കവിയണം മോനെ. അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ.